ഏണേ എന്താണ് ഇത്ര വൈകുന്നത്? എത്ര നേരമായി കാത്തിരിക്കുന്നു? ഒരൊറ്റ ഓട്ടോറിക്ഷ കിട്ടുന്നില്ല. ഞാൻ എന്താക്കാനാ? ഓട്ടോക്കാരെ കാര്യം നീ പറയാതെ നല്ലത്. ഓട്ടം കുറവാ, പണിയൊന്നുമില്ല എന്ന് പറയുകയും ചെയ്യും. എന്നാൽ ആവശ്യത്തിന് ഒരുത്തിനും ഓടുകയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? എന്തായാലും വന്ന് പെട്ട്. ജനതാ റോഡ്. എങ്ങോട്ടാ? ജനതാ റോഡ്. എങ്ങോട്ടേക്കാ? ജനതാ റോഡ്. പോകാൻ പറ്റില്ല. എങ്ങോട്ടേനാ ചേച്ചി? എങ്ങോട്ടേക്കാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പറഞ്ഞ ഉടനെ പറയും അങ്ങോട്ടേക്ക് പോകില്ല. കുറെ നേരമായിട്ട് ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയം വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടാണ് ചേച്ചി. എല്ലാവരും വണ്ടി വീട്ടിൽ കൊണ്ടുവയ്ക്കുന്ന സമയമല്ലേ. ഞാനും കുട്ടികളും കുറേ നേരമായി ഇവിടെ നിൽക്കുന്നു. ഒറ്റൊരു ഓട്ടോറിക്ഷയും പോകുന്നില്ല. എന്നെയും കുട്ടികളും ഒന്ന് ജനതാ റോഡിലാക്കിത്താ. ഞാൻ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ നിൽക്കണ്ട. ആ റൂട്ടിലേക്കാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിർത്തിയത്. അങ്ങോട്ടേക്കാണെങ്കിൽ എനിക്കൊരു പണിയുമായി നിങ്ങൾക്ക് വേഗം അടുക്കുകയും ചെയ്യും. ഒരു കാര്യം ചെയ്യും, ചേച്ചി കയറി, നിങ്ങളെ ഞാൻ എടുത്തിട്ട് കയറിക്കും. അല്ലേട്ടാ, സന്ധ്യ കഴിഞ്ഞാൽ എന്താ ഓട്ടോ കിട്ടാൻ ഇത്ര പ്രയാസം? എപ്പോൾ ഓടിയാലും നിങ്ങൾക്ക് പൈസ തന്നെയല്ലേ കിട്ടുന്നത്, പിന്നെന്താ ഓടിയാൽ? ചേച്ചി, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പകൽ മുഴുവൻ പണിയെടുത്തിട്ട് ഈ സമയമാകുമ്പോഴത്തേക്കും വല്ലാത്തൊരു മുഷിപ്പായിരിക്കും. ഇനി ഇവിടുത്തെ റോഡിൻ്റെ കാര്യമെല്ലാം ചേച്ചിക്ക് അറിയാലോ. അതൊക്കെ ശരി തന്നെ. പക്ഷെ അവിടെ ഈ സമയത്ത് എത്ര ആൾക്കാരാ ഓട്ടോ കിട്ടാത്ത ബുദ്ധിമുട്ടുന്നത്? വല്ലാത്ത കഷ്ടം തന്നെ. പകലത്തെ പോലെയല്ല. ഈ സമയത്ത് നിങ്ങൾ പറഞ്ഞിടത്തേക്ക് നമ്മൾ ഓട്ടം വരുമ്പോൾ തിരിച്ച് നമുക്ക് റിട്ടേൺ ആളെ കിട്ടൂല. തിരിച്ച് രണ്ടാളെങ്കിലും റിട്ടേൺ കിട്ടിയാലേ ഞമ്മ കൊക്കൂടി. അതാണ് മെയിൻ കാരണം. അഥവാ ഇങ്ങനെ പോകുന്ന യാത്രക്കാരോട് ഒരു 10 റുപ്യ എങ്ങനെ കൂടുതൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാതെ ബഹളം ഉണ്ടാവില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഈ 7-7:30 മണിക്കല്ലേ എല്ലാവരും വീട്ടിൽ പോകുന്ന സമയം. അന്നേരമല്ലേ നിങ്ങളെപ്പോലെ ഓട്ടോ ചേട്ടന്മാരുടെ സേവനം നമുക്ക് ആവശ്യം. അപ്പോൾ നിങ്ങൾ പോവില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താക്കാനാ? നിങ്ങൾ തന്നെ പറഞ്ഞാ. രാവിലെ 7 മണിക്ക് വണ്ടി കയറുന്ന ചേച്ചി, ഒരു മനുഷ്യൻ ഒരു ദിവസം 10-12 മണിക്കൂറില്ലാണ്ട് അതിൽ കൂടുതൽ എങ്ങനെയാണ് പണിയെടുക്കുക? 80 റുപ്യ. അയ്യോ, 500 ചേച്ചി, ചില്ലറ ഉണ്ടാവില്ലല്ലോ. എന്നാൽ ഞാൻ പോയി വീട്ടിൽ നിന്ന് എടുത്തിട്ട് വരാം. എത്ര നേരമാണ് ഇനി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട്? ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടെത്താൻ എനിക്ക് മണിക്കൂറുകൾ വേണം. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ഓട്ടോ കിട്ടണ്ടേന്ന്? അതെന്താ ഓട്ടോ കിട്ടാണ്ട്? അവർക്ക് ഈ സമയത്ത് തിരിച്ച് റിട്ടേൺ പോകുമ്പോൾ ആളെ കിട്ടൂലോ. അതുകൊണ്ട് ആരും വരാത്ത ഇങ്ങോട്ടേക്ക്. ഇവിടെ 2000-ന് മുകളിൽ വണ്ടിയില്ലേ മുനിസിപ്പാലിറ്റിയിൽ, ഈ വടകരയിൽ? ഈ സമയത്ത് ആളുകൾക്ക് അത്യാവശ്യമുള്ള ഈ സമയത്ത് നിങ്ങളെല്ലാം ഏടെ പോയി കിടക്കുന്നാടോ? നിങ്ങളിങ്ങനെ എല്ലാ ഓട്ടോക്കാരെയും ഒരേ കണ്ണിൽ കാണല്ലപ്പാ. ഇയാൾ നല്ല ആളായതുകൊണ്ടല്ലേ പണിയും കഴിഞ്ഞ് പോകുന്നതിനിടയിൽ എന്നെ മക്കളെ ഇവിടെ ആക്കിയത്. എന്നായിട്ടാ പൈസ. ആര് പറഞ്ഞ്? എല്ലാവരും ചെറ്റകളാ. നല്ലൊരു ഒറ്റ ഓട്ടോ ഡ്രൈവർ എൻ്റെ അറിവിലില്ല. എനിക്ക് ചേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. ചേച്ചി എന്നാ പോയിക്കോ. എടോ, എൻ്റെ ഓളും മക്കളും റോഡും മേൽ വണ്ടി കിട്ടാണ്ട് വിഷമിച്ച് നിൽക്കുമ്പോൾ ഒരു പാവം തോന്നിയിട്ട് ഒരു ഉപകാരം ചെയ്യാൻ വന്ന എന്നോട് ഇനി ഒരുമാതിരി കോണത്തിലെ കൊണഞ്ഞ വർത്താനം പറയരുത്.